الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم صدق الله العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിങ്ങനെ ഒരു ജീവിതം നൽകിയത് നമ്മെ പരീക്ഷിക്കാനാണ്. നമ്മുടെ കൂട്ടത്തിൽ നന്മ ചെയ്യുന്നവരാര്, തിന്മ ചെയ്യുന്നവരാര് എന്ന് അല്ലാഹു തആല പരിശോധിച്ചുകൊണ്ടിരിക്കും. അതിൽ നന്മ ചെയ്ത ആളുകൾക്കാണ് ജീവിത വിജയം. നമുക്കറിയുന്ന അടിസ്ഥാനപരമായ ഒരു വിഷയമാണല്ലോ ഫമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിൻ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ആർക്ക് നന്മയുടെ തുലാസ കനം തൂങ്ങിയോ അവർക്ക് സംതൃപ്ത ജീവിതമാണ്. അതേസമയം നന്മയുടെ തുലാസ് കനം കുറഞ്ഞാൽ അവർക്ക് ഹാവിയ നരകമാണ്. അപ്പൊ ശരിക്കും നമ്മൾ അല്ലാഹുവിന്റെ ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആളുകളാണ്. അതേസമയം മനുഷ്യർ തെറ്റുകൾ ചെയ്തു പോകും. മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. തെറ്റ് ചെയ്യാൻ പറ്റാതെ സൃഷ്ടിക്കപ്പെട്ടത് മലക്കുകളും മറ്റു ജീവികളൊക്കെയാണ്. അവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് നല്ല നന്മകൾ മാത്രമേ ചെയ്യാൻ കഴിയില്ല. യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു എന്ത് കൽപ്പിച്ചാൽ അതിനെ ധിക്കരിക്കാൻ അവർക്ക് കഴിയില്ല. മലക്കുകൾക്ക് അല്ലാഹു എന്ത് കൽപ്പിച്ചോ അത് ചെയ്യാനേ അവർക്ക് കഴിയില്ല. പക്ഷെ മനുഷ്യരങ്ങനെയല്ല. മനുഷ്യരുടെ സൃഷ്ടിഘടന നല്ലതും തെറ്റുകളും ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ്. ഈ തെറ്റുകളിൽ തന്നെ ചില തെറ്റുകൾ വളരെ ഗൗരവമുള്ള പാപങ്ങളാണ്. വിശുദ്ധ ഖുർആനും ഹദീസിലൊക്കെ അക്ബറുൽ കബായിർ വൻപാപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശിർക്ക്, സബഉൽ മുബിഖാത്ത് 7 വൻപാപങ്ങൾ. അശ്ശിർക്കു ബില്ലാഹ് ഒന്ന് ഏറ്റവും ഗുരുതരമായ പാപം അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അതേപോലെ ഉഖൂഖുൽ വാലിദൈൻ മാതാപിതാക്കളെ ദ്രോഹിക്കൽ, സിഹ്ർ ചെയ്യൽ, അതേപോലെ ഖത്ലുൻ നഫ്സ് വധിക്കൽ, ഇങ്ങനെയൊക്കെ പാപങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരം, യുദ്ധമുന്നണിയിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ, ഇതൊക്കെ വൻപാപങ്ങളാണ്.
വൻപാപങ്ങളല്ലാത്ത ചെറുപാപങ്ങളുമുണ്ട്, ചെറിയ തെറ്റുകൾ. എല്ലാ തെറ്റുകളും ഒരുപോലെയല്ല. മനുഷ്യപ്രകൃതിയുടെ ഭാഗമായി അറിയാതെയും അറിഞ്ഞു ചെയ്തു പോകുന്ന ചെറിയ തെറ്റുകളുണ്ട്. സയ്യിആത്തുകൾ, സയ്യിആത്ത് എന്നാണ് അതിന് ശരിയാകുന്ന ചെറുപാപങ്ങളാണ്. ഈ സയ്യിആത്തുകള് അല്ലാഹു തആല പുറത്തു തരും. പ്രത്യേകിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പശ്ചാത്തപിക്കുമ്പോഴൊക്കെ അത് പുറത്തു തരും. വൻപാപങ്ങളും തൗബ ചെയ്താൽ അല്ലാഹു തആല പുറത്തു തരും. വൻപാപങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഏകദേശം ബോധവാന്മാരാണ്. നമ്മൾ ശിർക്ക് ചെയ്യൂല, കൊല നടത്തൂല, വ്യഭിചരിക്കൂല, സിഹ്ർ ചെയ്യൂല. വൻപാപങ്ങളെ കുറിച്ച് പൊതുവെ ആളുകൾ കുറച്ചും കൂടി ബോധവാന്മാരായി. പക്ഷെ ചെറുപാപങ്ങളെ സംബന്ധിച്ച് അത്ര ബോധവാനാവില്ല. അതങ്ങനെ അറിഞ്ഞറിയാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ. മാത്രമല്ല, ചില ആളുകൾക്ക് ചില വലിയ ഗൗരവമുള്ള തെറ്റുകൾ തന്നെ അയാളെ കണ്ണിൽ ചെറുതായി. നമ്മളെന്ത് തീരുമാനിക്കുന്നത് വലിയ കുഴപ്പമുള്ളതൊന്നുമില്ല. നമസ്കരിക്കുകയും അല്ലാഹുവിലേക്ക് വിശ്വസിക്കുകയൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ത്രീ ഔറത്ത് വേണ്ട പോലെ മറക്കാതെ പുറത്തിറങ്ങി നടക്കും. ബാക്കി സ്ത്രീ കരുതിക്കുന്നത് ചെറിയ കുഴപ്പമില്ലാത്ത കാര്യം എന്നാണ്. അപ്പൊ ചെറുത് ഗൗരവമുള്ള തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളങ്ങ് വളരെ നിസ്സാര തെറ്റായിട്ട്, അത് ചെയ്യാവുന്ന തെറ്റായിട്ട് തീരുമാനിക്കും. ഒരു ഹദീസ് ഉണ്ട്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ഈ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ കാലത്ത് കുട്ടിയായിരിക്കവേ സഹാബിയായ ആളാണ്, ചെറുപ്പയ്യനായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി കുറെ സേവനങ്ങൾ ചെയ്ത, പ്രവാചകന്റെ കൂടെ തന്നെ ജീവിച്ച ആളാണ് അനസ് റളിയല്ലാഹു അൻഹു. പിന്നീട് റസൂൽ വഫാത്തായതിനു ശേഷം സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് അനസ് റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം. കാരണം റസൂൽ വഫാത്താകുമ്പോൾ തന്നെ അദ്ദേഹം ചെറുപ്പമാണ്. പിന്നെ അദ്ദേഹത്തിന് പ്രായാധിക്യം വരുന്നവരെ അദ്ദേഹം ജീവിച്ചു. അപ്പൊ റസൂലിന്റെ സഹാബിയുമാണ്. താബികളേറ്റും താബികളേറ്റും ഒക്കെ പിന്നീട് വന്നവരേറ്റും ജീവിക്കാൻ അവസരം ലഭിച്ച ആളാണ് അനസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാല ഇന്നക്കും ലതഅമലൂന അഅമാല ഹിയ അദഖു ഫീ അഅ്യുനികും മിനശ്ശം ഇൻകുന്നാ നഹദ്ദു അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-മൂബിഖാത്ത്. നല്ല ശ്രദ്ധിക്കണം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നക്കും ലതഅമലൂന അഅമാല. ഈ അവസാന കാലം, അതായത് റസൂൽ വഫാത്തായി കുറെ കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒക്കെ അവസാന കാലത്തേക്ക് പറയാണ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് അദ്ദേഹം പറയാണ്, ഇന്നക്കും നിശ്ചയമായി നിങ്ങളെ ലതഅമലൂന അഅമാല, ചില കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ചില തെറ്റുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കണ്ണിൽ ആ തെറ്റുകളൊക്കെ ഒരു മുടിയുടെക്കാളും നിസ്സാരമാണ്. ഒരു മുടി, കണ്ണിന്റെ മുടിയെ ഒരു മുടിനാലിനേക്കാൾ നിസ്സാരമാണ് നിങ്ങളെ കണ്ണിൽ ആ തെറ്റുകളൊക്കെ. പക്ഷെ റസൂലുള്ളാഹിയുടെ കാലത്ത് ഞങ്ങൾ ഈ തെറ്റുകളൊക്കെ എണ്ണിക്കണക്കാക്കിയിരുന്നത് അൽ മൂബിഖാത്ത്, വൻപാപങ്ങളിലാണ് പെടുത്തിയിരുന്നത്. നിങ്ങളിപ്പോ നിസ്സാരത്തിൽ ചെയ്യുന്ന ചില തെറ്റുകളുണ്ടല്ലോ, പ്രവൃത്തികൾ. അല്ലാഹു റസൂലിന്റെ കാലത്ത് ഞങ്ങളൊക്കെ അതിനെ വലിയ ഗൗരവമുള്ള വൻപാപമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പൊ നമുക്കെല്ലാം ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ അറിയില്ല. മുമ്പേ നമ്മളെ സ്ത്രീകളൊക്കെ ഒന്ന് അവർത്ത് മറക്കാതെ പുറത്തിറങ്ങാൻ വളരെ അപൂർവമായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെ പോയി ഇപ്പൊ അതൊരു വലിയ കുറ്റമില്ലാത്ത ഒന്നായി മാറി. നമ്മളാളുകളെ ചെയ്യും. ഇതേപോലെ കുറെ കാലം കഴിയുമ്പോൾ ചില നിസ്സാരം ചില വൻപാപങ്ങളായ ചില ഗൗരവമുള്ള തിന്മകള് നമ്മുടെ കണ്ണിൽ നിസ്സാരായിട്ട് വരും. ഇതാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് നിസ്സാര തെറ്റുകളെയാണ് ഏറെ പേടിക്കണം. ചെറിയ ചെറിയ പാപങ്ങളെയാണ് വളരെ ഗൗരവത്തിലെടുക്കണം. കാരണം എന്താ പറഞ്ഞാൽ വലിയ പാപങ്ങൾ നമ്മൾ അധികം ചെയ്യൂല, പക്ഷേ ചെറിയ പാപങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്തു കൂട്ടും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയാം, തീർച്ചയായും ഒരു അടിമ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ തെറ്റ് അവന് നിസ്സാരമാകുന്നത് വരെയും അവന്റെ ഹൃദയത്തിൽ ചെറുതാകുന്നത് വരെയും അവനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ തെറ്റ് ചെയ്യാൻ കാരണം തങ്ങൾക്ക് കുഴപ്പമില്ല, നമ്മളെ മനസ്സിൽ അത് നിസ്സാരവും ചെറുതുമായി തോന്നിയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നാശത്തിന്റെ അടയാളം.
എന്നാൽ ഒരു അടിമയുടെ കണ്ണിൽ പാപം ചെറുതാകുമ്പോഴും അള്ളാഹുവിന്റെ അടുക്കൽ അത് വമ്പിച്ച വലുതായിരിക്കും. നമ്മുടെ കണ്ണിൽ നമ്മുടെ മനസ്സിൽ ചെറിയ തെറ്റാണല്ലോ എന്ന് വിചാരിക്കും, പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ അത് വളരെ ഗൗരവമുള്ളതായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ വലിയ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക സാധാരണമാണ്. എന്നാൽ ലഘുവും നിസ്സാരവുമായി ഗണിക്കുന്ന ചെറിയ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന് അനിഷ്ടകരമായ കാര്യം അത് ചെറുതോ വലുതോ ഒന്നുമില്ല. തെറ്റ് ചെറുതാകുന്ന പോലെ തന്നെ വലുതാകുന്ന പോലെ തന്നെ ഗൗരവമുള്ളതാണ് ചെറിയ തെറ്റുകൾ. അതുകൊണ്ട് ചെറിയ തെറ്റുകളെ വർജിക്കുക എന്നുള്ള തീരുമാനമായിരിക്കണം ഞാൻ നിങ്ങളോട് എടുക്കേണ്ടത്. ഈ തെറ്റുകളോടുള്ള നമ്മുടെ സമീപനം ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. നിശ്ചയമായും ഒരു മുഅ്മിന് തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ എന്ന് പറയുന്നത് അവന്റെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു മല പോലെയാണ്. എപ്പോ വേണമെങ്കിൽ ആ മല തന്റെ മേൽ വന്ന് വീഴും എന്ന മട്ടിൽ ആ മലയുടെ ചോട്ടിൽ ഇരിക്കുന്ന പോലെയാണ് തെറ്റ് ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ നിലപാട്. അതേസമയം ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബി മർറാല അംഫി. എന്നാൽ പാപി കുറ്റവാളിയുടെ കാര്യത്തിൽ അവിശ്വാസികൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ തെറ്റുകളൊക്കെ മൂക്കിന്റെ അവിടെ ഒരു ഈച്ച വന്നിരിക്കണം പോലെ അത്രേ ഉള്ളൂ. വിശ്വാസിക്ക് തെറ്റുകൾ എന്ന് പറഞ്ഞാൽ തന്റെ മേൽ വന്ന് പതിക്കാതിരിക്കുന്ന ഒരു മല പോലെയാണെങ്കിൽ അവിശ്വാസികൾക്ക് പാപങ്ങൾ എന്ന് പറയുന്നത് തന്റെ മൂക്കിന്റെ അവിടെ വന്നിരിക്കുന്ന ഒരു ഈച്ചയുടെ അത്രേ ഉള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ചെറിയ പാപങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറ വന്ന് പറ്റും. അത് ശരിക്ക് തൗബ ചെയ്തും പശ്ചാത്തപിച്ചു അത് കഴുകിക്കളയുന്ന പോലും ആ കറയുടെ അവിടെ അടുത്ത കറ അവസാനം ഹൃദയം അങ്ങ് കറുത്തു പോകും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ തെറ്റുകളുടെ പ്രശ്നം തന്നെ കുറെ ചെയ്യുന്നുള്ളതാണ്. ഒന്നാണെങ്കിൽ കുഴപ്പമില്ല, അതാ മൊത്തം നിൽക്കും. പക്ഷെ തെറ്റുകളെ നിസ്സാരവൽക്കരിച്ച് കാണുകയും അവസാനം ആ തെറ്റ് കുറെ ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ ഒരുപാട് വന്നുകൂടിയാണ്. സഹീൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ഇയ്യാകും വൽ മുഹഖറാത്തിൻ ദുനൂബ്. നല്ല ശ്രദ്ധിക്കണം, ഇയ്യാകും വൽ മുഹഖറാത്തിൻ ദുനൂബ്. നിങ്ങൾ ചെറുപാപങ്ങളെ നന്നായി സൂക്ഷിക്കണം. കദൗമിൻ നസറു ഫീ ബത്നി വാഖ് فجاء بغود حتى أنضجوا خبزتهم وإن محقرات الذنوب متى يأخذ بها صاحبها تهلك. അതായത് ഒരു പറ്റം ആൾക്കാർ ഒരു താഴ്വരയിൽ വന്നിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുമ്പോ ആകെ ഒരു കമ്പം. ഈ ഒരു കമ്പോണ്ട് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ റസൂൽ അവർക്ക് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ എല്ലാവരും ഓരോ കമ്പ് ഉണ്ടാക്കണം, എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ. അപ്പൊ ഓരോരുത്തരും തെരഞ്ഞിട്ട് ഓരോ കമ്പ്, എല്ലാവരും ഓരോ കമ്പ് കൊടുത്തപ്പോ ഒരു കമ്പുകളുടെയും വിറകുകളുടെയും കുമ്പാരമായി അത് കത്തിച്ചപ്പോ ഒരു അഗ്നികുണ്ഡമായി. ഒരു തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, കുറെ തെറ്റുകൾ കൂടുമ്പോ അത് അവസാനം ഒരു അഗ്നികുണ്ഡമായി മാറും. നമ്മുടെ ഇടയിൽ നമ്മളിപ്പോ ജീവിതത്തിൽ നിസ്സാരമായ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോ നമ്മൾ ഒരുപാട് പാപങ്ങൾ നമ്മുടെ ഇടയിൽ വന്നുവിടാൻ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ദുനിയാവില് ഒരു ദിവസം ഒരു 10 ചെറിയ തെറ്റ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. 10 ചെറിയ തെറ്റുകൾ, കാണാൻ പാടില്ലാത്ത കണ്ടു, കേൾക്കാൻ പാടില്ലാത്ത പറഞ്ഞു, വിചാരിക്കാൻ പാടില്ലാത്ത വിചാരിച്ചു, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നു, അങ്ങനെ 10 ചെറിയ തെറ്റുകൾ. അങ്ങനെയാണെങ്കിൽ അയാൾ മരിച്ചു പോകുമ്പോ എത്ര ഉണ്ടാവും? അയാൾ ജീവിച്ച ബുദ്ധിയോടുകൂടി ജീവിച്ച കാലം 10. ഇതൊക്കെ കൂടി ഒരു വലിയ കുമ്പാരം പോലെ തന്നെ ആയിട്ടാവും. മാത്രമല്ല, ഈ ചെറിയ തെറ്റുകൾ ചെയ്താൽ പിന്നെ അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഖാലൽ ഉലമാ റഹ്മഹുമുല്ലാഹ്, പണ്ഡിതന്മാർ പറയാണ്, വൽ ഇസ്റാറു അല സഗീറത്തി യജഅലുഹാ കബീറ. നല്ല പഠിക്കുന്ന കാര്യമാണ്. വൽ ഇസ്റാറു അല സഗീറത്തി യജഅലുഹാ കബീറ. ചെറിയ പാപങ്ങൾ സ്ഥിരമായി ചെയ്താൽ അത് വലിയ പാപമായിരിക്കും. ചെറിയ തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ യജഅലുഹാ കബീറ, അത് വലിയ പാപമാണ്. وروي عن ابن عمر رضي الله عنه وعباس رضي الله عنهما. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറോട് കൂടി വലിയ പാപമില്ല. ഒരാൾ വലിയ പാപം ചെയ്താൽ ഇസ്തിഗ്ഫാറും പാപമോചനമൊക്കെ ചെയ്താൽ പിന്നെ വലിയ പാപം ഇല്ലാതായി.
വലിയ പാപത്തിന് നിലനിൽപ്പില്ല. അതായത് ഒരാൾ വലിയ പാപം ചെയ്തു, അത് ഇസ്തിഗ്ഫാറും തൗബയൊക്കെ ചെയ്തപ്പോൾ വലിയ പാപത്തിന് നിലനിൽപ്പില്ല. എന്നാൽ വലാ സഗീറത്തിന്മാ ഇസ്റാറിൻ, നിത്യേന ചെയ്യുന്നത് കൊണ്ട്, അതായത് തുടർച്ചയായി ചെയ്യുന്നത് കൊണ്ട് ചെറിയ പാപത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ചെറിയ പാപം ചെയ്താൽ പിന്നെ അത് ചെറിയ പാപമായി നിലനിൽക്കില്ല. ആ ചെറിയ പാപം വലിയ പാപമായി മാറും. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ വൻപാപങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ട് പരിഹരിച്ചു തരും. ചെറിയ പാപങ്ങൾ തുടർച്ചയായി ചെയ്തിട്ട് അത് വലിയ പാപമായി മാറും എന്നാണ് വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് ഒരിക്കൽ പറഞ്ഞു, യാ ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹ പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്നോട് പറഞ്ഞു, യാ ആയിഷ, ആയിഷ, ഇയ്യാക്കി വൽ മുഹഖറാത്തിൽ അഅമാൽ, നീ കർമ്മങ്ങളിലെ ചെറിയ പാപങ്ങളെ നീ സൂക്ഷിക്കണം. ഫഇന്ന ലഹാ മിനല്ലാഹി താലിബാ, തീർച്ചയായും അതിന്റെ പിറകിൽ അല്ലാഹുവിന്റെ ഒരു അന്വേഷകനുണ്ട്. നീ ചെയ്യുന്ന ചെറിയ പാപങ്ങളുടെ പിന്നിൽ നിന്നെ പരിശോധിക്കുന്ന ഒരു അന്വേഷകൻ വരാറുണ്ട്. നമ്മളെ മലക്കുകൾ നമ്മളെ കർമ്മങ്ങൾ എഴുതി വെക്കുമ്പോ വലിയ പാപങ്ങൾ മാത്രമല്ല എഴുതി വെക്കുക, നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ ഫലങ്ങളും അനന്തര ഫലങ്ങളും വക്കുല്ല ശൈലി എല്ലാ കാര്യങ്ങളും മലക്കുകൾ എഴുതി. ഒരാൾ തെറ്റിയത് വലിയ വലിയ തെറ്റുകൾ മാത്രമല്ല എഴുതി വെക്കുക, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എഴുതി വെക്കും മലക്കുകൾ. വക്കുല്ല ശൈലി. അതുകൊണ്ടാണ് നമ്മൾ പരലോകത്തെത്തുമ്പോ നമ്മളെ കിതാബ് കാണുമ്പോ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. എന്താ ഇതിലൊക്കെ എഴുതി കൂട്ടിയിരിക്കണതൊക്കെ. ഞാൻ ചെയ്തു പോയ ചെറുതും വലുതും ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. വലിയ തെറ്റുകൾ മാത്രമല്ല, സഗീറും അതിലുണ്ട്. നിസ്സാര, ഞാനിതൊക്കെ പഠിച്ചോണ്ട് എഴുതിയൊക്കെ വിചാരിച്ചില്ല, അത്ര നിസ്സാര തെറ്റുകളാണല്ലോ. ഇതൊക്കെ അല്ലാഹു തആല ഈ കിതാബിനകത്ത് എഴുതി വെച്ചിരിക്കുന്നല്ലോ എന്നാണ്. അതുകൊണ്ട് അതിന്റെ പിന്നിൽ ഒരു അന്വേഷകനുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്. ഇമാം ഗസ്സാലി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ചെറിയ പാപങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ചെയ്താൽ ഹൃദയം കറുത്തുപോകും. ഹൃദയം കറുത്തുപോകും. ഏതുപോലെ ഒരു വലിയ പാറയുടെ മുകളിലേക്ക് വെള്ളം ഇങ്ങനെ ഇട്ടിക്കൊണ്ടിരിക്കാൻ, തുടർച്ചയായി വെള്ളം ഇട്ടുകൊണ്ടിരുന്നാൽ ആ പാറക്ക് പോലെ ഓട്ടുണ്ടാവും. അതൊരു ചെറിയ ഓട്ട, തുടർച്ചയായിട്ട് ഇങ്ങനെ വെള്ളം കൊണ്ടിരുന്ന പാറ പോലും ഓട്ടയായി പോകും. അഥവാ വെള്ളം വീണ് കുഴിയായിത്തീരുന്ന, അത് ലോലമായി അവസാനം കുഴിയായിത്തീരും. ഇതുപോലെ നമ്മൾ പാപങ്ങൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഓട്ടകൾ വീഴും, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വരും. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ഇത് ചെറുതല്ലേ എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യാൻ കഴിയും. ചെറിയ തെറ്റുകളാണ് ഒഴിവാക്കേണ്ടത്. കവി പാടിയത് അങ്ങനെ, തെറ്റുകൾ ചെറുതാകട്ടെ വലുതാകട്ടെ അതിൽ നിന്ന് വിട്ടു നിൽക്കലാണ് തഖ്വ. അല്ലാതെ വലിയ പാപം ചെയ്യൂല, ചെറുതൊക്കെ ഇങ്ങനെ കുറെ ചെയ്യാന്ന് പറഞ്ഞാൽ തഖ്വ. പാപങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ അതിൽ നിന്ന് വിട്ടു നിൽക്കലാണ് തഖ്വ. മുള്ളുള്ള സ്ഥലത്ത് നടക്കുന്നവനെ പോലെയും എന്ത് കാണുന്നു എന്നതിനെ ആലോചിച്ച് ജാഗ്രത പാലിക്കുന്നവനെ പോലെയും നീ ജീവിക്കുക. നമ്മളൊരു മുള്ളുമ നടക്കുന്ന പോലെ ജീവിക്കണം. അതുകൊണ്ട് ചെറിയ തെറ്റുകളെ നീ അവഗണിക്കരുത്. ചെറിയ ചെറിയ കല്ലുകൾ ചേർന്നിട്ടാണ് വലിയ വലിയ മലകൾ ഉണ്ടാകുന്നത്. കുറെ കല്ലുകൾ ചേർന്നിട്ട് വലിയ മല പോലെയാകും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ
സഹാബാക്കളായിട്ട് യാത്ര പോവുകയാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ നല്ല വൃത്തിയുള്ള ഒരു വെളിപ്രദേശം കണ്ടപ്പോ റസൂൽ അവിടെ തപ്പടിച്ചു. സഹാബാക്കളോട് പറഞ്ഞു, ഇവിടെ എങ്ങനെയുണ്ട്? നല്ല വൃത്തിയുള്ള സ്ഥലം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാലും നിങ്ങളൊന്ന് തെരഞ്ഞു നോക്കി, വല്ല കല്ലിൻ കഷണമോ എല്ലിൻ കഷണമോ കാട്ടത്തിന്റെ കഷ്ണമോ അഴുക്കുകളോട്ടോ. അവര് വീണ്ടും പറഞ്ഞു, റസൂലെ ഒന്നും കാണാൻ നല്ല വൃത്തിയുണ്ട്. അല്ല, നിങ്ങൾ ഇരുന്നൊന്ന് തെരഞ്ഞു നോക്കി. അങ്ങനെ സഹാബത്ത് ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തെരഞ്ഞു നോക്കിയപ്പോ ഓരോരുത്തരുടെ കയ്യിൽ കുറെ അഴുക്കുകളുടെ ഒരു കൂമ്പാരം പോലെ കിട്ടി, ഒരു കുമ്പിളിൽ കിട്ടി. അങ്ങനെ എല്ലാവരും കൂടി അതൊന്ന് കൂട്ടി നോക്കുമ്പോൾ ഒരു കൂമ്പാരം പോലെയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ പഠിപ്പിക്കാം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഓക്കെ എന്ന് തോന്നും. പക്ഷേ അള്ളാന്റെ ഹിസാബിനെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ന്യൂനതകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റും. ആ ന്യൂനതകളാണ് പരിഹരിക്കേണ്ടത്. കാരണം നിസ്കാരമൊക്കെയാണ്, മറ്റൊക്കെയാണ്. പക്ഷെ ചെറിയ ചെറിയ തെറ്റുകൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിലെ കഥകൾ വീഴാതെ നോക്കണം എന്ന് പഠിപ്പിച്ചത്. ഒരു ദാസൻ ഒരു പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്തുവീഴും. അത് പശ്ചാത്തപിച്ചാൽ നീങ്ങിപ്പോകും. അവനവന്റെ അതിനെ ആ തെറ്റ് വീണ്ടും അവൻ ചെയ്താൽ അത് അവന്റെ ഹൃദയത്തിൽ അങ്ങനെ വലുതായി വലുതായി വരും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഹൃദയത്തിൽ സൂറത്തുൽ മുത്തഫിഫീനിൽ പഠിപ്പിച്ചാണ്. അവരുടെ ഹൃദയങ്ങളിൽ ഒരു എന്നാൽ നിസ്സംശയം അവരുടെ അല്ല അവർ ചെയ്തു കൂട്ടിയ കുറ്റങ്ങളുടെ ഫലമായി അവരുടെ ഹൃദയത്തിൽ ഒരു കറ പറ്റി പിടിച്ചിരിക്കുകയാണ്. ആ ദിനത്തിൽ അവർ തങ്ങളുടെ നാഥനെ ദർശിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെടും. പിന്നെ കത്തിയാറുന്ന നരകത്തിൽ അവരെ ഇടും. ഞാൻ പറഞ്ഞു വന്നത് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകളെ സൂക്ഷിക്കും. ചെറുതല്ലേ എന്ന് കരുതി അവഗണിക്കരുത്. വളരെ ചെറിയ നിസ്സാരമായ തെറ്റുകളും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ വിട്ടു നിൽക്കാൻ കഴിഞ്ഞാൽ, നന്മകൾ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ നന്മയുടെ തുലാസ് കനത്തു. അതുകൊണ്ട് സഹാബാക്കളൊക്കെ വളരെ വളരെ സൂക്ഷിച്ചിരുന്നു. അവരുടെ ഓരോ സംസാരങ്ങളും വളരെ സൂക്ഷിച്ചിരുന്നു. കാരണം അവര് പഠിച്ചിട്ടുണ്ട്, ഈ ചെറിയ തെറ്റുകൾ അവസാനം കുറെ ചെയ്തിട്ടുള്ളതൊക്കെ നഷ്ടപ്പെടും. അങ്ങനെയുള്ള നമ്മൾ മുഫ്ലിസിന്റെ പാഠം പഠിച്ചത്. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പരായി തൊലഞ്ഞു പോയ ആൾ ആരാണെന്ന് ചോദിച്ചപ്പോ സഹാബാക്കൾ റസൂല് പറഞ്ഞത്, നിസ്കാരത്തിന്റെ, നോമ്പിന്റെ, സക്കാത്തിന്റെ, ഹജ്ജിന്റെ ഒരുപാട് പുണ്യവുമായി വന്ന ഒരു മനുഷ്യൻ. അയാൾ അള്ളാഹുവിന്റെ കോടതിയിൽ വളരെ ഉഷാറിലിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അയാൾ ചെയ്തിട്ട് കുറെ ചെറിയ തെറ്റുകൾ. കഥശതമഹാദ ഒരാളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, കഥഫഹാദ ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ട്. അയാളെ പെരുമാറ്റത്തിന് ചില ദൂഷ്യങ്ങൾ ചിലരെ കണ്ടിട്ട് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലരോട് പുച്ഛമായി സംസാരിച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഒക്കെ പേരിൽ പരലോകത്ത് അയാൾ ചെയ്ത നന്മകളൊക്കെ എടുത്തെടുത്തെടുത്ത് കൊടുക്കുകയാണ്. അവസാനം ഇയാൾ ചെയ്ത നന്മകളൊക്കെ തീർന്നു. പക്ഷെ പിന്നീട് ഒരാൾ കേസെറ്റേക്കണ്, ഇയാൾ എന്നോട് മോശമായിട്ട് വേറൊരു ഘട്ടത്തിൽ പെരുമാറിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല ഇയാൾക്ക് നന്മ എടുത്തു കൊടുക്കാനില്ല. അപ്പൊ അയാളിൽ നിന്ന് കുറച്ച് തിന്മ എടുത്തിട്ട് ഇയാൾ കിട്ടും. അങ്ങനെ നന്മയുടെ തുലാസ് കനം കുറഞ്ഞ് ഇല്ലാതായി തിന്മയുടെ തുലാസ് കനം തൂങ്ങി നരകത്തിൽ എറിയപ്പെടുന്നവനാണ് എന്റെ സമുദായത്തിലെ പാപ്പരായ ആളുകൾ. നമ്മുടെ അമലുകളെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. തെറ്റുകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് അള്ളാഹുവിന്റെ മീസാനിൽ കനം തൂങ്ങോ കനം കുറയോ എന്ന് നോക്കി ചെയ്യാൻ കഴിയും. ഈ പണി അള്ളാഹ്ക്ക് ഇഷ്ടാവില്ല, ഇഷ്ടമില്ലാത്ത ചെയ്യേണ്ട കാര്യം. എന്ത് കാര്യം ദുനിയാവിൽ നമുക്ക് ചെയ്യാൻ അള്ളാഹ് ഒന്നും തടഞ്ഞിട്ടില്ല. നമുക്ക് സന്തോഷിക്കാനും ആസ്വദിക്കാനും നമുക്ക് ജീവിക്കാനും ഒക്കെ അനുവാദം തന്നിട്ട് അതൊക്കെ പ്രതിഫലാക്കി മാറ്റാം.
പക്ഷെ അള്ള വിരോധിച്ചതും അള്ള നിരോധിച്ചതുമായ കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുക. ചില കാര്യങ്ങൾ നമുക്കാണ് നിസ്സാരം. ഇപ്പൊ ചില ഓരോരുത്തരാണ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ റമദാനിക്ക് മാത്രം ജുമാക്ക് മാത്രം നിസ്കരിക്കുന്ന ആൾക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്താ? ബാക്കി നേരം നിസ്കരിച്ചിട്ടേ കുഴപ്പമില്ല അവരാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊരു പൊട്ടത്തരാണെന്ന്. ഇടയ്ക്കുള്ള നിസ്കാരം തന്നെ അവർക്ക് അപകടമാണ്. റമദാൻ മാസത്തിന് മാത്രം നിസ്കരിക്കുക, അള്ളാഹിനെ പേടിക്കുക, ബാക്കി കാലത്തില്ലാത്ത ആൾക്കാർ റമദാൻ മാസത്തിലെ ആരാധനകൾ അപകടമാണ്. ജുമാക്ക് മാത്രം ജമാഅത്തിന് പള്ളിയിൽ പോവുക എന്തൊരു അബദ്ധാണത്. ശരിക്കും ജുമാക്ക് പങ്കെടുക്കുന്ന ആളുകള് മറ്റ് ജമാഅത്തുകളിൽ പങ്കെടുക്കണം. റസൂലുള്ളാഹിയുടെ കാലത്ത് ജമാഅത്ത് നമസ്കാരത്തിന് ഒരു സ്വഹാബി വൈകി വന്നാൽ ആ സ്വഹാബി തലകുനിച്ചിരിക്കും. മറ്റു സ്വഹാബികൾ അദ്ദേഹത്തെ അനുശോചനം അറിയിക്കാറുണ്ട്. സാരല്ല, അള്ളാഹുടെ വിജയന്റെ ഒരു റക്അത്തല്ലേ പോയിട്ടുള്ളൂ, സാരല്ല എന്ന് ആശ്വസിപ്പിക്കാറുണ്ട് എന്നാണ്. അപ്പൊ കാലക്രമത്തിൽ നമ്മളിങ്ങനെ തെറ്റിലേക്ക് പോയിട്ട് നമ്മൾ വേറെ ഏതോ കോലത്തിലായിത്തീരുകയാണ്. അങ്ങനെ കാലഘട്ടത്തിലൂടെ കസത്ത് കുലൂബുഹും നമ്മൾ ഹൃദയം കടുത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പിലും ഒരു ചെറിയ തെറ്റുകൾ വരുന്നതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ അഹങ്കാരവും നമ്മുടെ പൊങ്ങച്ചൊക്കെ മാറ്റി വെക്കുക. നാളെ അള്ളാന്റെ മുമ്പിൽ വിനയാനെതിരായി നിൽക്കേണ്ട ആൾക്കാരാണെന്നുള്ള ബോധത്തിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയണം. ഒന്നും കൂടി പറയുന്നു, നമ്മൾ ജീവിക്കുന്നത് തനിപ്പട്ടി ജാഹിലി ലോകത്താണ്, തിന്മകൾ നിറഞ്ഞൊരു ലോകത്താണ്. തെറ്റിൽക്കടെ പോകണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്നും അങ്ങനെ പോകും. അതേസമയം തെറ്റ് ഞാൻ ചെയ്യൂലാന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും. പിശാചി പിടിച്ച് വലിക്കും നമ്മളെ തെറ്റിലേക്ക്. ഇങ്ങനെ പറഞ്ഞു വലിക്കും. പിശാചിനെ തോൽപ്പിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചാൽ അത് വിജയമാണ്. അപ്പൊ ഈ ഹദീസുകളും ഈ ആയത്തുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ചെറിയ തെറ്റുകളെ സൂക്ഷിക്കണം. ചെറിയ തെറ്റുകൾ ചെയ്യാതിരിക്കുന്ന ആൾ വലിയ തെറ്റ് ഒരിക്കലും ചെയ്യൂല. വലിയ തെറ്റ് മാത്രം ഇങ്ങനെ വലിയ കാര്യങ്ങൾ. അതേപോലെ തന്നെ ചില ആൾക്കാരുണ്ട് വലിയ സൽക്കർമ്മങ്ങളെ ചെയ്യും, ബാക്കി സൽക്കർമ്മമൊന്നും ചെയ്യൂല. അങ്ങനെയില്ല. എന്തൊക്കെ സൽക്കർമ്മമായി ചെയ്യാവുന്നോ അതൊക്കെ കിട്ടണം. ഒരു വഴിയിൽ നിന്ന് ഒരു പുള്ളുകൾ നീക്കുമ്പോൾ അള്ളാഹുക്ക് ഇതിന് കൂലി തന്നെ വിചാരിച്ചിട്ട് ചെയ്താൽ, നമ്മൾ റസൂലുള്ളാഹിയുടെ ചെറിയ സുന്നത്തുകളൊക്കെ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ച് ചെയ്താൽ നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോ നമ്മൾ പാപം ചെയ്യാത്ത മനുഷ്യരായി, തെറ്റുകൾ ചെയ്യാത്തവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.